ബിഗ് ബോസ് സീസൺ 7 11-ാം ആഴ്ച പിന്നിടുമ്പോൾ 6 മത്സരാർത്ഥികളാണ് ഈ തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ള 6 മത്സരാർത്ഥികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ടോപ്പ് 5 വരെ എത്തണമെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി അവർക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ ആഴ്ച ആര് പുറത്താകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് വോട്ടിംഗ് റിസൾട്ട് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഷാനവാസ് വമ്പിച്ച മുന്നേറ്റം കാഴ്ചവെച്ച് 1-ാം സ്ഥാനം കൈയടക്കി പിടിച്ചിരിക്കുകയാണ്. 57,000 വോട്ടുകളാണ് ഏകദേശം ഷാനവാസ് നേടിയെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഒരുപാട് നെഗറ്റീവുകൾ ഷാനവാസ് നേരിട്ടെങ്കിലും കണ്ടരെന്ന് എല്ലാവരും അയാളെ മുദ്രകുത്തിയെങ്കിലും വോട്ടിങ്ങിൽ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് രാജാവായി വാഴുന്നത് ഷാനവാസ് തന്നെയാണ്. പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് 2-ാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് ആര്യൻ. ഏകദേശം 56,480 വോട്ടുകളാണ് ആര്യൻ നേടിയെടുത്തിട്ടുള്ളത്. 3-ാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് അക്ബർ. 55,640 വോട്ടുകളാണ് അക്ബർ നേടിയെടുത്തിട്ടുള്ളത്. വോട്ടിങ്ങിൽ അക്ബർ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അക്ബർ 2-ാം സ്ഥാനം കൈയടക്കാനും സാധ്യതയേറെയാണ്. ഇന്നലെ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന നൂറ ഇപ്പോൾ 4-ാം സ്ഥാനത്തേക്ക് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഏകദേശം 55,300 വോട്ടുകളാണ് നൂറ നേടിയിട്ടുള്ളത്. വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവാണ് നൂറയ്ക്ക് സംഭവിച്ചത്. വരും മണിക്കൂറുകളിൽ 4-ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് പോകാനും നൂറയ്ക്ക് സാധ്യതയുണ്ട്. 5-ാം സ്ഥാനത്ത് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് ലക്ഷ്മി തന്നെയാണ്. ഏകദേശം 52,200 വോട്ടുകളാണ് ലക്ഷ്മി നേടിയെടുത്തിട്ടുള്ളത്. നെവിനുമായി ഏതാനും വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ലക്ഷ്മി 5-ാം സ്ഥാനത്ത് തുടരുന്നത്. വരും മണിക്കൂറുകളിൽ ഈ സ്ഥാനം ഇടിയാനും സാധ്യതയുണ്ട്. 6-ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് നെവിൻ തന്നെയാണ്. ഏകദേശം 52,000 വോട്ടുകൾ നേടാൻ നെവിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ നെവിന് ഡേഞ്ചർ സോണിൽ നിന്നും സേഫ് സോണിലേക്ക് കയറിപ്പോകാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ഇവരിൽ ആരാണെന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അർഹതയില്ലാത്ത മത്സരാർത്ഥി ഇവരിൽ ആരാണെന്നും കമന്റ് ചെയ്യൂ.